അങ്ങനെ ഹൈഫൈ അടിച്ച് ഞങ്ങൾ ഇന്ന് ഇറങ്ങി കേട്ടോ. സരോജിനി മാർക്കറ്റും ഇന്ത്യൻ ഗേറ്റും ആണ് ഞങ്ങളുടെ ടാർഗറ്റ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ഓട്ടോ ഒരു പാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ ഞങ്ങളെ സരോജിനി മാർക്കറ്റിൽ കൊണ്ടുപോകും. ആ കയറിക്കോ മക്കളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിശേഷമൊക്കെ ചോദിച്ചു കേട്ടോ ആ ചേട്ടനോട്. ഇതാണ് ഗേറ്റ് 2A സരോജിനി മാർക്കറ്റ്. അപ്പോൾ 100 റുപ്പീസ് സ്റ്റോളിൻ്റെ സെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം മേടിച്ചു. പിന്നെ ഒരു ഫോൺ കേസ് എനിക്ക് ഒരെണ്ണം മേടിക്കണമെന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരെണ്ണം മേടിച്ചിട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഫോണിന് ഒരു അപ്ഗ്രഡേഷൻ കിട്ടിയ പോലെയായിരുന്നു. പിന്നെ ഒരുപാട് കടകളിൽ ഞങ്ങൾക്ക് കയറിയെങ്കിലും വില നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ കുറവൊന്നും ആയിരുന്നില്ല. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ കമ്മലുകളും ബെൽറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു എൻ്റെ അട്രാക്ഷൻ. അങ്ങനെ കമ്മൽ ഞാൻ 2-3 പിന്നെ ഒരു ബെൽറ്റ് എന്താണ് മേടിച്ചിട്ടോ. പിന്നെ ഞങ്ങൾ കുറേ അവിടെ ഇവിടെയൊക്കെ കറങ്ങി. പക്ഷേ എനിക്ക് അവിടെ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം വഴിയിൽ നിറച്ചിങ്ങനെ വേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി കേട്ടോ. പിന്നെ ഞങ്ങൾ പോയി അന്ന് ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറൊക്കെ ആയിരുന്നു. ഞങ്ങൾ മൊത്തം അവശതയായി. അപ്പോൾ നോക്കിയപ്പോൾ ഒരു AC കട. ഞങ്ങൾ നേരെ അങ്ങോട്ട് കയറി. ശരിക്കും പറഞ്ഞാൽ മേടിക്കാൻ കയറിയതല്ല എങ്കിലും പിന്നെ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ ഒരു ടോപ്പാണ് കേട്ടോ അവിടെ നിന്ന് എടുത്തത്. റീലിൽ കണ്ട് കാണുമല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങുന്ന വഴി എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് പിന്നെയും കാണാൻ. അപ്പോൾ ഈ കാണുന്ന ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു സഞ്ജയ് ലേക്ക് പാർക്കാണ് കേട്ടോ. നിങ്ങൾ ഓട്ടക്കാരാണ് ചോദിക്കുന്നുണ്ട്. അല്ലാണ്ട് തന്നെ ഒരുപാട് മോണുമെൻറ്റ്സും ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓൺ ദ വേ ഇങ്ങനെ പോകുമ്പം ഈ പാർക്കുകളല്ലാണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഗ്രീനറിയും ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ ടൗൺ പ്ലാനിങ്ങിൻ്റെ ഒരു എസ്തെറ്റിക് സെൻസ് നമുക്ക് മനസ്സിലാവും. കണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സിഗ്നൽ വന്നു കേട്ടോ. അതെ ഒരാൾ വന്നിരിക്കുന്നുണ്ട് സിഗ്നലിന് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് പേടിച്ചു. കാരണം എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ എക്സ്പീരിയൻസ്. പക്ഷേ ഭാഗ്യത്തിന് ഗ്രീൻ ലൈറ്റ് വന്നു. ഈ കാണുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഓഫീസാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തെത്തി. സത്യം പറഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റാണ് ഇറങ്ങുന്നത്. കാരണം നമുക്ക് നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് പോകാൻ പറ്റില്ല. അതൊരു കടമ്പയാണ്. ആ കടമ്പയാണ് ഈ കാണുന്ന കർത്തവ്യ പാത എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിരിക്കുന്നത്. അത് ആക്ച്വലി ഒരു ഓറിയൻറ്റേഷൻ മാപ്പാണ്. ഈ ഒരു പരിസരത്തെ ഇന്ത്യൻ ഗേറ്റിനോട് അത് ചേർന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളുടെയും മാപ്പാണത്. സോ അവിടെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി വന്നിട്ട് ഇന്ത്യ ഗേറ്റിന് പോണേക്കാളും മുന്നേ. സോ അവിടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ നല്ല ഫോട്ടോസൊക്കെ അവരെടുത്ത് തരും. ലെഫ്റ്റ് പോയ വിജയ് ചൗക്കും റൈറ്റ് സൈഡ് പോയാൽ ഇന്ത്യ ഗേറ്റ്. സോ ഇതാണ് മക്കളെ കർത്തവ്യ പാത. ഇതുപോലെ ഇറങ്ങി ഒന്ന് തിരിഞ്ഞ് ഒരു അണ്ടർഗ്രൗണ്ട് പാത്ത് വഴിയാണ് ഇന്ത്യ ഗേറ്റിലേക്ക് പോകുന്നത്. സോ അത് കുറച്ച് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ അതിൻ്റെ പോകുന്ന വഴി ഒരുപാട് ഹാങ്ങിങ്സ് അവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യ ഗേറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഈവൻറ്റ്സും മാപ്പും ഡീറ്റെയിൽസും ഔട്ട്ലൈനൊക്കെ ഉണ്ടോ. അപ്പോൾ അത് ഞാൻ പോണ വഴി വീഡിയോ എടുത്തു. ഇതെല്ലാം നിർത്തി ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ള ടൈം ഉണ്ടായില്ല. കാരണം ഓൾമോസ്റ്റ് ലേറ്റ് ആയിരുന്നു. എനിക്ക് ഹോട്ടലിൽ തിരിച്ചു പോകണം. കൂടെ കൊച്ചുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണമുണ്ടോ. അല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്താൽ. സോ ഇത് അവരവിടെ ചെയ്യുന്ന ഈവൻറ്റ്സിൻ്റെ കാര്യങ്ങളുടെയൊക്കെ ഫോട്ടോസാണ് ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. പ്ലസ് അവിടുത്തെ മാപ്പും അതിൻ്റെ ഔട്ട്ലൈനും എന്തൊക്കെയാണ് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കോലം കണ്ടവർ ഞങ്ങൾ ആകെ മൊത്തം അവശതയായി. അങ്ങനെ അവസാനം ഇന്ത്യ ഗേറ്റ് എത്തി. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുവാണ് കേട്ടോ. കോമഡി ആയിരുന്നു. അവിടെ ഒരു ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വേണ്ടതായിരുന്നു. പക്ഷെ അവിടെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കാം. ഇന്ത്യ ഗേറ്റിന് ചുറ്റിനും അല്ലാണ്ടും ഒരുപാട് ഗാർഡനും കാര്യങ്ങളും ഫൗണ്ടേഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ഫൗണ്ടൈൻസിൻ്റെ അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകണം. നമുക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ കർത്തവ്യ പതിൽ കൂടെ തിരിച്ച് നമ്മൾ നടക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് രാത്രി ലൈറ്റ് ഷോ ഒക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്ത്യ ഗേറ്റ് ഫുൾ കളർഫുൾ ആയപ്പോൾ ഞാൻ അതിൻ്റെയും വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ പോണ വഴി ഇതീ കാണുന്നത് എയിംസിൻ്റെ ഹോസ്പിറ്റലാണ്. അങ്ങനെ തിരിച്ച് ഹോട്ടലിലേക്ക് പോകണം. ബാക്കി വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.